ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 15. നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപദ്യന്തേ നരാധമാഃ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ. ദുഷ്കർമ്മങ്ങളെ ചെയ്യുന്നവരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടൊത്ത മൂഢന്മാരും ആസുരഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന നരാധമന്മാരും എന്നെ പ്രാപിക്കുന്നില്ല. ഇവിടെ മായയെ തരണം ചെയ്യാൻ മായാവിയായ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഈശ്വരനിൽ ശരണാഗതി പ്രാപിക്കാത്തത് എന്ന സംശയത്തിന് മറുപടിയായാണ് ഈ ശ്ലോകം അവതരിപ്പിക്കുന്നത്. ഇപ്പൊ പറയുകയാണ് ഇവിടെ, ആചാര്യന്മാരാൽ അരുതെന്ന് വിലക്കപ്പെട്ട ദുഷ്കർമ്മങ്ങളെ ചെയ്യുന്നവരാണ് ദുഷ്കൃതികൾ, അതായത് അകൃത്യകാരികൾ. ആപ്തന്മാരായ അങ്ങനെയുള്ള ആചാര്യന്മാരാൽ നിന്ദിക്കപ്പെട്ട ദുഷ്കർമ്മങ്ങളെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈശ്വരനെ പ്രാപിക്കാനാവതല്ല. അപ്പൊ ഇവിടെ ആരാണ് ഈ ആചാര്യന്മാര്? ആചിനോതി ശാസ്ത്രാണി ഇതി ആചാര്യ. ആചരിക്കുന്നതിലൂടെ ഉപദേശിക്കുന്നവര്, അല്ലാതെ കേവലം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ സാമൂഹ്യ പാഠവും സയൻസും പഠിപ്പിക്കുന്ന പോലെ പറയുന്നവരല്ല ആചാര്യന്മാർ. അത് ആദ്യം തനിക്ക് ബാധകമാവണം. തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുന്നവരാണ് ആചാര്യന്മാർ, അല്ലാതെ കേവലം പറയൽ മാത്രമല്ല. അങ്ങനെയുള്ള ആചാര്യന്മാർ എന്തുകൊണ്ടാണ് അവർ ആചാര്യന്മാരായത്? അവർ ആപ്തന്മാരാണ്. ആപ്തന്മാരെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളെ പഠിച്ചവരാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ശാസ്ത്രമാണ് പ്രമാണം. തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതോ. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമുക്ക് പ്രമാണം. നമുക്ക് വേദമാണ് പ്രമാണം. വേദം എന്ന് പറയുന്ന സമയത്ത് വേദത്തിൻ്റെ താല്പര്യ നിർണയം ചെയ്ത ഉപനിഷത്തുകളെ പഠിച്ചവർ, കേവലം പഠിച്ചവർ മാത്രമല്ല, ആ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ, ആചരിക്കുന്നവർ, അങ്ങനെയുള്ള ആപ്തന്മാരായ ആചാര്യന്മാരാൽ നിന്ദിക്കപ്പെട്ട ദുഷ്കർമ്മങ്ങളെ അവർ അരുത് എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള പണികൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അത് വിലക്കപ്പെട്ട തരം കർമ്മങ്ങൾ ആര് ചെയ്യുന്നുവോ അവർക്ക് ഈശ്വരനെ ശരണം പ്രാപിക്കാൻ സാധ്യമല്ല. എന്താണ് അവര് ചെയ്യാൻ ഉപദേശിച്ചത്? അവർ പറഞ്ഞത് സത്കർമ്മങ്ങളാലും സജ്ജന സേവകളാലും ഒക്കെ ചിത്തശുദ്ധി ഉണ്ടാക്കാൻ പറഞ്ഞു. അല്ലാതെ അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുക, എന്നിട്ട് തൻ്റെ ചുറ്റുപാട് ഉള്ള ഓരോന്നിനെയും വേദനിപ്പിക്കുക, നിന്ദിക്കുക, അങ്ങനെയല്ല. വിശക്കുന്നവൻ്റെ വിശപ്പറിയാതിരിക്കുക, കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് അറിയാതിരിക്കുക, ഇതൊന്നുമല്ല. കേവലം വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് തൻ്റെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് വഴിപാടുകളും പ്രാർത്ഥനകളും മാത്രം നടത്തി സ്വാർത്ഥ തൽപരന്മാരായി കഴിയുന്നവരല്ല. അവര് ഈശ്വരനെ പ്രാപിക്കുന്നില്ല. അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്യണം. സത്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, അത് ചെയ്യണം. സജ്ജനങ്ങളെ സേവിക്കണം. അതിലൂടെ എന്തുണ്ടാവും? ചിത്തശുദ്ധി ഉണ്ടാവും. ദാനം ചെയ്യണം. ദാനം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്നദാനം മാത്രമല്ല, ഒരു സ്നേഹമസൃണമായിരിക്കുന്ന ഒരു വാക്യം, വിഷമിക്കുന്ന ഒരാൾക്ക് ഒരു തൊട്ട് തലോടല് ഒക്കെ ആവാം. എങ്ങനെ എന്താണോ അർഹിക്കുന്നത് അത്. അങ്ങനെയുള്ളതൊക്കെ ദാനം തന്നെ. ഒന്നും കൊടുക്കാനില്ലാത്തവരും ഒന്നും ലഭിക്കാൻ ഇല്ലാത്തവരുമായിട്ട് ആരുമില്ല. എന്ത് തനിക്ക് ഉണ്ടോ അത് മറ്റുള്ളവരുമായി പങ്കിടുക. എന്താണോ തനിക്ക് ഇല്ലാത്തത് അത് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുള്ള ഒരു അഭ്യാസമായിട്ടാണ്, അതിനുള്ള ഒരു വിദ്യാലയമായിട്ടാണ്, അധ്യാത്മ വിദ്യാലയമായിട്ടാണ് ക്ഷേത്രമൊക്കെ വിഭാവനം ചെയ്തത്. അവിടെ ചെയ്യുന്ന പൂജ അവിടെ മാത്രം ഒതുങ്ങാനുള്ളതല്ല,
അതിലൂടെ പഠിച്ചിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള ഈശ്വര സ്വരൂപികളായ മനുഷ്യരിൽ മറ്റു ജീവജാലങ്ങളിൽ പ്രവർത്തിക്കാനാണ്. ഉദാഹരണം പറഞ്ഞാൽ ഭൂതബലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഭൂതബലി മാത്രമല്ല, നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ആശ്രയിച്ച് ജീവിക്കുന്നത് മാത്രമല്ല, പക്ഷിക്ക് കുറച്ച് വെള്ളം വയ്ക്കുക, വേനലല്ലേ വെള്ളം വേണ്ടി വരും, അതിന് കുറച്ച് വെള്ളം കൊണ്ടുപോയി വയ്ക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അതൊക്കെ സത്കർമ്മങ്ങളാണ്. പിന്നെ പൊതുജനോപകാരപ്രദമായിട്ടുള്ള ഒരു റോഡ് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഒരു കുളം നിർമ്മിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും വെള്ളം കുടിക്കാനുള്ള ഒരു കിണർ കുഴിക്കുക, ഇതൊക്കെ പൂർത്ത കർമ്മങ്ങളിൽ വരും. അപ്പം ഇങ്ങനെ പല കർമ്മങ്ങളുണ്ട്, അതൊക്കെ സത്കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളിലൂടെയും സജ്ജനങ്ങളെ സേവിക്കുന്നത്, സേവ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ നമ്മൾ ആരുമല്ല, സേവനം ചെയ്യാനേ പറ്റൂ. കഷ്ടപ്പെടുന്നവരെ ഏത് തരത്തിലാണോ സേവിക്കേണ്ടത്, ഭഗവാനെ എനിക്ക് ഇത്രയല്ലേ കഴിഞ്ഞുള്ളൂ എന്നുള്ള ഭാവത്തോടു കൂടി അവരെ സേവിക്കുക. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് എന്നുള്ള ഭാവമല്ല. നമുക്ക് എന്തുണ്ടോ അത് ഇല്ലാത്തവർക്ക് വീതം വയ്ക്കുക, പങ്കിടുക. അങ്ങനെയുള്ള സജ്ജന സേവകളിലും ഈശ്വരനിൽ ശരണാഗതി പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ ദുഷ്കർമ്മ നിരതന് ഈശ്വരനെ പോലുള്ള ചിന്ത പോലും ഉണ്ടാവുന്നില്ല. അവർ ഈശ്വരൻ എന്ന പേരിൽ പലതുമായിരിക്കും ചെയ്യുന്നത്, പലതും കാട്ടിക്കൂട്ടുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു ഈശ്വര ചിന്ത പോലും അവരിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? അവർ നാമരൂപാത്മികയും ദേശകാലാദി കൽപ്പനകൾക്ക് ആശ്രയഭൂതവുമായ മായയാൽ അപഹരിക്കപ്പെട്ട ബുദ്ധിയോടൊത്തവരായിത്തീരും. നാമരൂപാത്മിക എന്ന് പറഞ്ഞാൽ നാമവും രൂപവുമായിരിക്കുന്നതിലൊക്കെ, അതായത് മജ്ജ അസ്ഥി മാംസ മല മൂത്ര പാത്രമായിരിക്കുന്ന നശ്വരങ്ങളായ ശരീരങ്ങളിൽ പദാർത്ഥങ്ങളിൽ അവർ വ്യാപൃതരായിരിക്കും. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് അവരുടെ വിവേകം അനുവദിക്കില്ല. അവർ ദേശത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും ആ കൽപ്പനകളിൽ മുഴങ്ങി അവർ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടുമ്പോഴേക്ക് അത് നല്ല ദേശമാണോ, നല്ല കാലമാണോ, യമകണ്ഠകാലമാണോ, ഗുളികകാലമാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും? അത് ചെയ്യില്ല. കാരണം അതിലൂടെ അവർ തനിക്ക് ദോഷം വരുമോ എന്നുള്ളതാണ്. എന്നാൽ സജ്ജനങ്ങൾ അങ്ങനെയല്ല. നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ സമയവും നേരവും മുഹൂർത്തവും ഒന്നും നോക്കണ്ട. നല്ലത് ചെയ്യാൻ തോന്നുന്ന അതേ സമയത്ത് ചെയ്യണം. നമുക്ക് ഒരാൾക്ക് ഒരു 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 ആശുപത്രി പോകണം, ഒരു സഹായം ചെയ്തു കൊടുക്കണം എന്ന് വിചാരിക്കുക. പെട്ടെന്ന് എന്ത് വേണം? അതിന് മുഹൂർത്തം സമയം നോക്കാറില്ല. നമ്മളപ്പോൾ അത് ചെയ്യേണ്ടത് ചെയ്യും. അല്ലെങ്കിൽ ഒരാൾ കഷ്ടപ്പെടുന്ന, ഒരാൾ വിശക്കുകയാണ്, ആ സമയത്ത് നമ്മൾ മുഹൂർത്തം സമയം നോക്കണ്ട. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് വിശപ്പ് മാറ്റുന്നു. അല്ലാതെ ഒരാൾ ഒരു പണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടപ്പെടുകയാണ്, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു? അത് പാത്രവും നേരവും സമയവും കാലവും നോക്കിയിട്ടല്ല കൊടുക്കുക, അത് അപ്പം കൊടുക്കുന്നു. അപ്പം നല്ലതാണെന്ന് തനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ആ നിമിഷം തന്നെ ചെയ്തിരിക്കണം. അത് പിന്നേക്ക് മാറ്റി വയ്ക്കരുത്. എന്താ പിന്നേക്ക് മാറ്റി വെച്ചാൽ ഞാനായിട്ട് ഇപ്പോൾ അത് ചെയ്യണോ എന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനെ ചെയ്യാതാകും. അപ്പം നല്ലതാണെന്ന് ഉറപ്പുള്ളതിന് സമയവും നേരവും കാലവും നോക്കരുത്. ചീത്തയാണെന്ന് തോന്നുന്നതിന് ദേശവും കാലവും നേരവും ഒക്കെ നോക്കണം. എന്തുകൊണ്ട്? ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആലോചിക്കാനുള്ള സമയം വേണം. ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതും ഇതേപോലെ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അതിനുള്ള അവസരം കൊടുക്കണം. നല്ലതിന് അങ്ങനെ തോന്നും. നല്ലതാണെന്ന് ഉറപ്പുള്ളതിന് അങ്ങനെ ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല. ചീത്തയാണെന്ന് സംശയമുള്ളതിന് മാത്രമേ, ദുഷ്കർമ്മമാണെന്നുള്ള സംശയം തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിക്കാനുള്ള സമയം അത് 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. ഇങ്ങനെയാണ് വിവേകമുള്ളവർ ചെയ്യുക. പക്ഷെ വിവേകം ഇല്ലാത്തവരെന്ത് ചെയ്യുന്നു? ദുഷ്കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്തു വയ്ക്കും. അതിൻ്റെ ഫലം എത്ര അനുഭവിച്ചാലും അവർക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവരുടെ സഞ്ചാര മാർഗത്തെ തടസ്സം ചെയ്യുന്ന ബന്ധുകൾ നടത്തുക, ഹർത്താൽ നടത്തുക, റോഡ് ബ്ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ധനാഗമ മാർഗങ്ങളായിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൊളിക്കുക, അല്ലെങ്കിൽ ഒരാളെ ദേഷ്യം പിടിച്ചിട്ട് പെട്ടെന്ന് അയാളെ അങ്ങോട്ട് നശിപ്പിക്കുക, അയാളെ കൊല്ലുക, അവരുടെ മക്കളോ ഭാര്യയോ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് വന്ന പകയുടെ ഭാവത്തിൽ അതിന് പ്രവർത്തിക്കുക. അങ്ങനെ എത്ര ആളുകളുണ്ട്. ഈ ദുഷ്കൃതം ചെയ്യുന്ന ആളുകൾ ധാരാളം പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതൊക്കെ ഈ മായയാൽ അപഹരിക്കപ്പെട്ട വിവേക വിജ്ഞാനത്തോടൊത്തവരാണ് എന്ന് പറഞ്ഞു. അവരെ ഇവിടെ വിളിച്ചത് മൂഢന്മാർ എന്നാണ്.
മൂഢൻ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാത്തവർ എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെയുള്ള മൂഢന്മാർ എപ്പോഴും ബാഹ്യാസക്ത ചിത്തരായിരിക്കും. ബാഹ്യമായതിൽ, മാംസമയമായതിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് കുറേ എന്തിനെ കൊന്നിട്ടായാലും എന്തിനെ നശിപ്പിച്ചിട്ടായാലും തൻ്റെ കാര്യം നടക്കണം. അവർ ജീവികളെയൊക്കെ കൊന്ന് ഹിംസ നടത്തിയിട്ടൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന അതേ അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അവരിഷ്ടപ്പെടുക. അവരെന്താ, ശരീരം നന്നാക്കണം, അതിനപ്പുറത്തേക്ക് അവർക്ക് ബാഹ്യമായ ശരീരം നന്നാക്കണം, മനസ്സ് നന്നാവണം എന്നില്ല. മനസ്സ് നന്നാവാതെ ശരീരം മാത്രം നന്നായാൽ അതൊരു തരം രോഗമാണ്. അതുകൊണ്ട് കേവലം നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നവരാണ് ദുഷ്കൃതം ചെയ്യുന്നവർ. അവർ വിഷയങ്ങളിൽ മാത്രം കുരുക്കപ്പെട്ട അന്ധകരണത്തോടൊത്തവരാണ്. അവർക്ക് ഈശ്വരാർപ്പണ ഭാവം വരുകയില്ല. സത്യമേത് അസത്യമേത്, ചെയ്യേണ്ടതേത് ചെയ്യേണ്ടത് എന്ന് നിശ്ചയം ലഭിക്കുന്നില്ല അവർക്ക്. അങ്ങനെ അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ അവരെ വിശേഷിപ്പിക്കുന്നത് ആത്മജ്ഞാന വിഹീന മൂഢ. ആത്മജ്ഞാന വിഹീനരാണ് മൂഢർ എന്നൊക്കെ. ബാഹ്യമായ ശരീരം മാത്രം തന്നെയുള്ളൂ സത്യമെന്ന് വിചാരിച്ച് തിന്നുക, കുടിക്കുക, അങ്ങനെ പ്രത്യുൽപാദന കർമ്മം നിർവഹിക്കുക, അങ്ങനെ ചത്തുപോവുക, ഇതിനപ്പുറത്ത് വേറെ ഒരു പണിയും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർ ഈശ്വരനെ പ്രാപിക്കുന്നില്ല. അതിനെ നന്നാക്കിയെടുക്കാനാണ് ചിലരൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നതും ചിലപ്പോൾ വഴിപാട് എടുക്കുന്നതൊക്കെ എന്താ, അതിനെ നന്നാക്കിയെടുക്കാനാണ്. അല്ല ആത്മതത്വത്തെ അറിയാനോ ഈശ്വരനെ അറിയാനോ ഒന്നുമല്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അനിത്യവും അസുഖവുമായ ഈ ലോകത്ത്, അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്നുണ്ട്. അനിത്യമാണ് ഈ ലോകം, അസുഖമാണ്, ഇവിടെ സുഖാക്കിയിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ലോകത്തിൽ സുഖത്തിന് വേണ്ടി ഭ്രമിച്ചോടുന്നവരാണവർ. കാനൽ ജലം കണ്ട് അതിൽ വെള്ളമുണ്ടെന്ന് കണ്ട് ഓടുന്ന മാനുകളെ പോലെ അവർ ഓടി 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 അങ്ങനെ നശിച്ചു പോകുന്നു. അപ്പൊ നരന്മാരിൽ വെച്ച് അധമന്മാരാണ് അവര്. അതുകൊണ്ട് അവരെ നരാധമന്മാരെന്ന് വിശേഷിപ്പിച്ചു. മനുഷ്യകുലത്തിൽ തീർത്തും അധമന്മാർ. അവരുടെ പണി ഹിംസ, അസത്യം തുടങ്ങിയ ഹീനഭാവങ്ങളാണ്. അവരെന്ത് ജീവികളെ കിട്ടിയാലും അതിനെ കൊല്ലുക, തിന്നുക. അതേപോലെ തന്നെ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, കൊച്ചു ജീവികളൊക്കെ അങ്ങനെ പോകുമ്പോൾ അതിനെയൊക്കെ വെറുതെ പിടിച്ച് കൊല്ലും. ആ സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അവർ അസത്യമേ പറയൂ, വായ തുറന്ന നുണയെ പറയൂ. ഇങ്ങനെയുള്ള ആ ഹീനഭാവങ്ങളിൽ തന്നെ അവർ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെയുള്ള നികൃഷ്ടരാണ് നരാധമന്മാർ. അവർ ക്രമികമായി കള്ളവും കൊലയും കൊള്ളിവെപ്പും പിടിച്ചുപറിയും ഇതൊക്കെ അവർക്ക് കൈമുതലായിട്ടുണ്ടാവും. അല്ല നല്ല കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ തോന്നില്ല. ഇങ്ങനെയുള്ള ഭാവത്തെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യർ മനുഷ്യകുലത്തിന് തന്നെ അപമാനകരമാണ്. അവരെയാണ് നരാധമന്മാർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭഗവത് പാരായണന്മാരെ കുറിച്ച്, ഭക്തന്മാരെ കുറിച്ച് പറയാൻ ആരാണ് എന്ന് താരതമ്യ പഠനത്തിന് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നർത്ഥം. മായയ്ക്ക് അതീതമായവരെയും മായയ്ക്ക് വിധേയമായവരെയും കുറിച്ചുള്ള താരതമ്യ പഠനം. അപ്പോൾ മായയുടെ ലക്ഷണം എന്തെന്ന് പറഞ്ഞു, മനസ്സിലാക്കി തന്നു. അതിന് ശേഷം പറയുകയാണ്, ശരിയും തെറ്റും നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിയാനുള്ള ബുദ്ധിയുടെ കഴിവിനെയാണ് നമ്മൾ വിവേകം എന്ന് പറയുക. അതുള്ളത് കൊണ്ടാണ് മനുഷ്യൻ മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഉത്കൃഷ്ടൻ എന്ന് പറയുന്നത്. മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മേന്മ എന്താണെന്ന് വെച്ചാൽ, ഉത്കൃഷ്ടത എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വമാണ്. മനുഷ്യത്വം ഇല്ലെങ്കിൽ അവൻ ഏത് മേഖലയിൽ കേമനായിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സംസാരത്തിലുള്ള സംസ്കൃതിയോടൊത്തതാണ് കറക്കം. ദുഷ്കൃതങ്ങൾ ചെയ്ത് ആ കുപ്രസിദ്ധി നേടിയവർ, വീണ്ടും വീണ്ടും അങ്ങനെ കുപ്രസിദ്ധിയിൽ തന്നെ വ്യാപിച്ചിരിക്കുന്നവർ, അങ്ങനെ ഉള്ളവരെ പരമാത്മാവിലേക്ക്, പരമമായ സത്യത്തിലേക്ക്
ഉണരാൻ, ജീവനെ പ്രേരിപ്പിക്കുന്നത് എന്തോ അതാണ് വിവേകം. അത് അവർക്ക് മാത്രമേ ഈ സത്സംഗത്തിന് മനസ്സ് വരൂ. വിഷയസങ്കല്പങ്ങളെ കൊണ്ട് അവരുടെ മനസ്സ് വിക്ഷേപകലുഷിതമാവാതെ എപ്പോഴാണോ മനസ്സ് പ്രസന്നമാവുന്നത് അപ്പം മാത്രമേ വിവേകശക്തി വേണ്ട പോലെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം സജ്ജന സംസർഗം കൊണ്ട്, സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്നാണ് പറയുന്നത്. അവരുടെ വിക്ഷേപ കലുഷിതമാവാതെ മനസ്സ് പ്രസന്നമാവും. മനസ്സ് പ്രസന്നമായതെന്ന് എങ്ങനെ പറയും? എപ്പോഴും ആ പ്രസന്നതാഭാവം മുഖത്തുണ്ടാവും. നമ്മൾ അമ്പലത്തിൽ പോയാലൊക്കെ ചോദിക്കാറുണ്ട് പ്രസാദം കിട്ടിയില്ലേ എന്ന്. പലപ്പോഴും പ്രസാദം കിട്ടിയിട്ടുണ്ട്. പ്രസാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടാവണം? മുഖത്ത് കാണണം. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അതുകൊണ്ട് ആ പ്രസാദം മുഖത്ത് കാണണം. മുഖത്തില്ലെങ്കിൽ ഉള്ളിലും ഉണ്ടാവില്ല. അതുകൊണ്ട് ദേഹമാണ് താനെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനായി വിഷയസേവയിൽ കഴിയുന്ന മൂഢന്മാർ പലതരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്തു പോകുന്നു. അവർക്ക് ദേഹത്തിൽ അഹംബുദ്ധിയാണുള്ളത്. ഇന്ദ്രിയ മനോബുദ്ധികളിൽ അവർ അഭിമാനിക്കുകയാണ്. എൻ്റെ ബുദ്ധി അറിയില്ലേ, എൻ്റെ കഴിവെന്താ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നവരായിരിക്കും. ആരോട്? അങ്ങനെ വിഷയങ്ങളിൽ ഭ്രമിച്ച് കഴിയുന്നവരെയാണ് മൂഢന്മാർ എന്ന് പറയുന്നത്. അപ്പൊ വിഷയസുഖങ്ങളിൽ ആസക്തചിത്തരായ അവർ എന്നെ ഭജിക്കുന്നില്ല, അവർക്ക് ഈശ്വരഭജനം സാധ്യമല്ല എന്നർത്ഥം. പിന്നെ ആരാണ് അങ്ങയെ ഭജിക്കുന്നത് എന്നതിന് മറുപടി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ ചെയ്യുന്നത്.